എടാ ചാറ്റൽ മഴ ബാ, നിന്റെ കയ്യിൽ എത്ര കാശുണ്ട്? 500 ഉണ്ടല്ലോ. ഭാഗ്യം, എൻ്റെ കയ്യിൽ 156 രൂപ ഉണ്ട്. 1156 രൂപ. നീ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ഞാൻ ബാഗിൽ കുറച്ച് തുണികൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടെൻ്റ് എടുത്തിട്ടുണ്ട്. വേറെ ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഗ്യാസ് കുറ്റിയൊക്കെ ചെറുതുണ്ടായിരുന്നു, എടുക്കണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഇത് വെക്കാനുള്ള സ്ഥലം കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത്രത്തോളം വെച്ചപ്പത്തേന് അത് നിറഞ്ഞ്. എത്ര മാസമാണ് അങ്ങനെ തോന്നുമല്ലേ? നിന്റെ കയ്യിൽ എന്തൊക്കെയാ ഉള്ളേ? ഞാനുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. നമ്മുടെ കയ്യിലേ കയറ്റാൻ കയറാത്ത ഒരു വണ്ടിയും ഇഷ്ടംപോലെ ലോഡും. 2-3 ദിവസമായിട്ട് മഴയൊക്കെ കുറവായിരുന്നല്ലോ, അതാ വലിയ രീതിയിലുള്ള വെള്ളമൊന്നും കാണാത്തത്. അങ്ങോട്ടും ആ ഒരു ഭാഗത്തൊക്കെ റോഡ് മൊത്തം കോടമഞ്ഞിൽ മുങ്ങിക്കിടക്കുക. ഇങ്ങോട്ട് താഴോട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ നല്ല കുഴിയാണ്. ഇത് ആന മറിച്ചിട്ടാന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? അപ്പം നമ്മളൊരു ഗ്രാമത്തിലോട്ടാണ് ആദ്യം പോകുന്നത്. അത്യാവശ്യം മലനിരകളിൽ മുകളിൽ നിൽക്കുന്ന അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയ ഗ്രാമമാണ്. അപ്പോൾ ഈ എൻട്രി എടുത്ത സ്ഥലത്ത് ഞാൻ ആദ്യം ആന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പുറകിൽ നിൽക്കുന്ന ആൾക്കാർ. ചെറുതായിട്ട് മഴ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകല്ലേ? കയറിക്കോ. പുറകിൽ നിന്ന് ആനയൊന്നും വരുന്നില്ലല്ലോ. അവിടെ കുറച്ച് ചേട്ടന്മാർ വന്നിട്ടുണ്ട് കരണ്ടിൻ്റെ പണിക്ക് വേണ്ടിയൊക്കെ. അവിടെ ആന പണി വന്നിട്ടുണ്ട് ആ ഒരു റോഡിൻ്റെ അങ്ങോട്ട്. എനിക്ക് നേരത്തെ ഞാനവിടെ ഒന്ന് ഇൻട്രോ എടുത്തില്ലേ, ഇവിടെ ആനയൊക്കെ ഇത് മറിച്ചിട്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പില്ലായിരുന്നു ആന തന്നെ മറിച്ചാണോന്ന്. ലൈൻമാൻ വന്നപ്പോൾ എനിക്ക് അപ്പോൾ കൺഫേം ആയി. മഞ്ഞ് നിറഞ്ഞിരിക്കുന്ന റോട്ടിക്കലുള്ള യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബ് തന്നെയാണ്. ചെറിയ രീതിയിൽ മഴയൊക്കെ പൊടിഞ്ഞു വീഴുന്ന ആ ഒരു കാലാവസ്ഥ, പശ്ചിമഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്ന നേരത്തെ ആ പ്രകൃതിയുടെ യഥാർത്ഥ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ചെറിയ വാട്ടർഫോളായിട്ടും മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും നോക്കുന്ന നേരത്ത് പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന മലനിരകളും മഞ്ഞിലൊക്കെ മൂടി നിൽക്കുന്ന ആ ഒരു വനപ്രദേശമാണ് കാണാൻ സാധിക്കുന്നത്. മുകളിലോട്ട് കയറി വന്നപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ കോട്ടൊക്കെ എടുത്തിട്ടു. അപ്പം ഈ കാണുന്ന ഫ്യൂൽ സ്റ്റേഷനിൽ നിന്ന് പെട്രോൾ അടിച്ച് നമ്മൾ നേരെ റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. അപ്പം ഹൈ റേഞ്ചിൽ ഈ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ട് ചായ കുടിക്കാണ്ട് എങ്ങനെയാണ് പോകുന്നത്? ഹലോ, ചായ കുടിച്ചിട്ട്? ചായ അല്ല, കോഫി. ചിക്കമംഗ്ലൂരിൽ വന്നെങ്കിൽ കോഫിയാണല്ലോ മെയിൻ. ഇപ്പോൾ കുടിക്കണോ അത് കുറച്ച് മുന്നോട്ട് പോയിട്ട് കുടിച്ചാലോ അല്ലേ? ഏകദേശം 25 കിലോമീറ്റർ മുകളിലോട്ട് കയറി വന്ന ശേഷം ഹൈ റേഞ്ചിലെ ഒരു പട്ടണമാണ് ഈ കൊട്ടിക്കര എന്ന് പറഞ്ഞ ഒരു ടൗണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കുതിരമുക്ക റോഡ് പിടിച്ചാണ് പോകുന്നത്. ഈ ഒരു വഴിയിലൂടെ ആയിരിക്കും ഷിവമോഗ ജോഗ് ഫാൾസ് ഒക്കെ പോകുന്നത്, ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നവരൊക്കെ. ഈ ഒരു വഴിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ തിരക്ക് കുറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ്. ഇങ്ങോട്ട് വന്ന പിന്നെ ഒരുപാട് കോഫി എസ്റ്റേറ്റും തൈലത്തിൻ്റെ ആ ഒരു പ്ലാന്റേഷനൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലനിരകളുടെ മുകളിലേക്കൊക്കെയാണ് ഓരോരോ ഗ്രാമങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. റോഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. ഏറ്റവും കൂടുതലൊക്കെ മഴ പെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോഫി പ്രൊഡക്ഷൻ ചെയ്യുന്നത് കർണാടക സ്റ്റേറ്റാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് ചിക്കമംഗ്ലൂർ ഡിസ്ട്രിക്ട്. റോഫേ, നിനക്കൊരു കാര്യം അറിയോ? ഈ കാട്ടിൻ്റെ ഉള്ളിലുണ്ടോ 5G നെറ്റ്വർക്ക്? റോഡ് അതിലൂടെയാണല്ലേ പോകുന്നത്. ചുറ്റിക്കറങ്ങി അവിടെ എത്തുന്നു. ആ കാണുന്ന മലനിരകളൊക്കെ അല്ലേ പശ്ചിമഘട്ടങ്ങൾ. നമ്മളും ആ ഒരു മലയുടെ മുകളിൽ തന്നെ ഇപ്പം നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വഴിയിൽ ഏറ്റവും കുറവാണ് വണ്ടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മൊത്തത്തിലൊരു പ്രകൃതിയോടെ ഇണങ്ങി കിടക്കുന്ന വഴികളാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധമായ വായുവാണ് ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. നല്ല വെള്ളമുണ്ടോ? ഭദ്ര നദിയാണ് കാണുന്നത്. ഇതിന്റെ ജന്മസ്ഥലം കുതിരമുഖ ആ ഒരു റേഞ്ചിലാണ്. കൃഷ്ണ റിവറുടെ പോഷക നദിയാണ് ഈ കാണുന്നത്. കർണാടകയിലെ ഷിവമോഗ ഡിസ്ട്രിക്റ്റിലെ കുഡ്ലി എന്നൊരു ഗ്രാമത്ത് വെച്ച് ഈ തുംഗ നദിയും ഭദ്ര നദി രണ്ടും സബ്മർജ്ഡ് ആവും. അതിനുശേഷം ആന്ധ്രാപ്രദേശിലെ സംഗമ മലേശ്വരം എന്നൊരു സ്ഥലത്ത് കൃഷ്ണ നദിയുടെ പോഷക നദിയായിട്ട് ഇത് ചേരും. കുതിരമുഖ റേഞ്ച് പ്രധാനപ്പെട്ട 3 നദികൾക്കാണ് ജന്മം നൽകിയിട്ടുള്ളത്. അതിൽ ഒന്നാമത് നേത്രാവതി റിവറാണ്, രണ്ടാമത്തെ തുംഗയും പിന്നെ ഭദ്രയാണ്. ഹലോ, ഞാൻ ഈ കാണുന്ന മരം കയറി വന്നു. അതിലൂടെയാണ് റോഡ് പോകുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരു പുഴയുടെ മുകളിലാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത്. സൂക്ഷിച്ച് നമുക്ക് ഇറങ്ങാം. ഞാനിപ്പോൾ എവിടെ
ഈ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന നേരത്ത് ഗൂഗിൾ മാപ്പ് ഇല്ലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓഫ്ലൈനിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. വീണ്ടും ഒരു മല മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 6-7 കിലോമീറ്റർ ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 ഫീറ്റ് ഉയരത്തിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നല്ല രീതിയിലൊക്കെ വെയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് മലയുടെ ഇപ്പുറ ഭാഗത്ത് നല്ല വെയിലാണ്, പക്ഷേ അങ്ങോട്ടൊക്കെ പോകുന്ന നേരത്ത് കെട്ട മഴയായിരിക്കും. മൊത്തത്തിൽ കോടമഞ്ഞൊക്കെ ഇഷ്ടംപോലെ അട്ടകളൊക്കെ ഉണ്ട്. റോഡരികിൽ നമ്മൾ നിർത്താൻ നേരത്ത് അത് പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഈ ഭാഗത്ത് കാണുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ എസ്റ്റേറ്റ്സ് ആണ്. ഈ ഭാഗം മൊത്തത്തിൽ മലനിരകളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാം. കുതിരമുക്ക ആകുമ്പോൾ നടുവേ ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മഴയായിരിക്കും ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുന്ന നേരത്ത് മഴ അത്രത്തോളം കാണാൻ സാധിച്ചില്ല. പക്ഷേ കുറച്ച് ദൂരം കൂടെ ചെയ്യുന്ന ശേഷമാണ് മൊത്തത്തിലൊരു കോടമഞ്ഞൊക്കെ മൂടിയ ഒരു കാലാവസ്ഥയായിട്ട് മാറുന്നത്. ഈ കാണുന്നതാണ് ബസരകെട്ടി എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം. നമുക്ക് പുതിയ കെട്ടിടങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണുകയാണെങ്കിൽ പോലും 10-100 വർഷത്തിന് കൂടുതൽ പഴക്കമുള്ള ഒരുപാട് പഴയ മണ്ണ് കൊണ്ട് പണിതിരിക്കുന്നതും മരം കൊണ്ട് പണിതിരിക്കുന്നതും പല വീടുകളും കടകളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു വഴിയാണ്, മലനിരകളുടെ മുകളിൽ, ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. ഇപ്പം ഞാൻ കയറാൻ വേണ്ടി പോകുന്നത് അങ്ങ് ദൂരെ നമുക്കൊരു മൊബൈൽ ടവർ കാണാം. ആ ഒരു ഭാഗത്തോട്ടാണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു വ്യൂ കാണാൻ സാധിക്കും. എൻ്റെ ഈ പുറകെ കാണുന്ന ഈ ഒരു കുഞ്ഞ് ഗ്രാമമാണ് ബസരകെട്ടി എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഇത് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ളത്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലനിരകളൊക്കെ ആയിരുന്നു ഈ ഗ്രാമത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പം കോടമഞ്ഞ് അടിച്ചു കയറി വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചയൊക്കെ ഇപ്പം മറയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേ കോടമഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഗ്രാമം തന്നെ കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിമിഷ നേരത്തിലാണ് താഴെ അടിവാരത്തു നിന്നും കോടമഞ്ഞ് അടിച്ച് കയറി മുകളിലോട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഈ ഒരു സ്ഥലം വരുന്നത് കർണാടകയിലെ പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായിട്ടുള്ള മുള്ളാനഗിരിയാണ് ഏറ്റവും ആൾട്ടിറ്റ്യൂഡ് ലെവലിൽ നിൽക്കുന്നത്. അപ്പം അതിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു ഗ്രാമം നിൽക്കുന്നത്. അപ്പം നമ്മൾ താഴെ നിന്നും ഒരു ചുരം കയറി വന്നു. അതിനുശേഷം വീണ്ടും ഒരു മലയിലോട്ട് അത്യാവശ്യം നല്ലൊരു കയറ്റായിരുന്നു. എൻ്റെ ഈ ഒരു സ്കൂട്ടർ വണ്ടി കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് ഒരുപാട് പേർക്ക് അങ്ങനെ അറിയത്തില്ല. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് 2-3 കന്നഡ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അങ്ങ് ദൂരെ ഒരു പള്ളി കാണാമായിരുന്നു. അതിപ്പം കോടമഞ്ഞിൽ മുങ്ങിപ്പോയി. ആ ഒരു മലയിപ്പം മൊത്തം മഞ്ഞിൽ മുങ്ങിക്കിടക്കുവാണ്. കണ്ടില്ലേ? ഒരുപാട് നേരം അവിടെ നിന്നിട്ടും കോടമഞ്ഞൊക്കെ മാറിപ്പോകുന്ന ലക്ഷണം കണ്ടില്ല. പിന്നെ നേരെ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ മലമുകളിൽ, ഈ കോടമഞ്ഞൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ ഒരു മലമുകളിൽ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു വലിയൊരു മലയുണ്ട്. അതാണ് അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം എന്ന് പറയുന്നത്. പോസ്റ്റ് ഓഫീസും ബാങ്കും ചെറിയ അമ്പലങ്ങളും പള്ളിയൊക്കെ ഈ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മലമുകളിൽ നിൽക്കുന്ന ഒരു ഗ്രാമം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനത്തിനൊക്കെ ഇവർ പുറത്തോട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. ചെറിയ പഴയ സ്കൂളുകളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രധാനപ്പെട്ട കൃഷി, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കോഫിയാണ്. കോഫി പ്ലാന്റേഷനാണ് ചെറുതും വലുതുമായിട്ടൊക്കെ ഒരുപാട് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ നടുവേ നമുക്ക് ഒരുപാട് കവുങ്ങും കാണാം. മറ്റ് പല ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇതിൻ്റെ നടുവേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ റിസോർട്ട്സായിട്ടും ഹോം സ്റ്റേസ് ആയിട്ടും നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ സാധിക്കും. ഇപ്പം ഞാൻ മറ്റൊരു ഭാഗത്ത് നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ നേരത്തൊക്കെ ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ നിന്നും വന്ന അതിഥി തൊഴിലാളികളാണ് ഈ ഭാഗത്തും കാണാൻ സാധിക്കുന്നത്. എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന അങ്ങനെ പല ആൾക്കാരൊക്കെ, അതിൻ്റെ ക്വാർട്ടേഴ്സും സംഭവങ്ങളൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രൈവറ്റ് ബസ്സസ്സാണ്. ഗവൺമെൻറ് ബസ് എങ്ങനെയാണ് ഇവിടെ എന്ന് അറിയത്തില്ല. കൃത്യമായിട്ടുള്ള ടൈമിങ്സ് രാവിലെയും വൈകുന്നേരം സമയത്തായിരിക്കും. ക്യാമറമാൻ എങ്ങനെ കയറി വരുന്നതാണ്? കയറി വന്നോളൂ. ഇത് മൊത്തം ചെളി കേട്ടാ. നമ്മൾ നേരത്തെ ഏത് വഴി ഇറങ്ങിയത്? ഇവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഇവിടെ നിന്ന് കയറിക്കോ. ഒരു ഫ്രെയിമിൽ ഒരു ജീപ്പ് വരുന്നു. കയറിക്കോ. പണിക്കാരെയും കൊണ്ട് പോകുന്ന ജീപ്പാ. ടച്ചായോ? എല്ലാം തോന്നുന്നു. കയറിയ ഭാഗത്ത് നിന്നല്ല തിരിച്ചിറങ്ങുന്നത്. 3 വഴിയിലൂടെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റും. വന്ന വഴിയും മാത്രമല്ലാണ്ട് ആകുമ്പിലോട്ട് പോകുന്നത് ഹൊറനാട് വഴി, അങ്ങോട്ട് വേറെ ഒരു വഴിയാണ്. ഇപ്പോൾ തിരിച്ചിറങ്ങുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. അപ്പം 3 വഴിയിലൂടെ തിരിച്ചിറങ്ങാൻ നേരത്ത് അത്യാവശ്യം ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ മലമുകളിലും നോക്കാൻ നേരത്ത് മൊത്തത്തിൽ കോടമഞ്ഞാണ്. അപ്പം വെസ്റ്റേൺ ഘട്ട്സ് ആയതുകൊണ്ട് തന്നെ
ഏകദേശം മലയുടെ അപ്പുറ ഭാഗത്താണ് നല്ല രീതിയിൽ മഴ പെയ്യുന്നത്. മലയുടെ ഇപ്പുറ ഭാഗത്ത് മഴ അത്ര കാര്യമായിട്ടില്ല. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇതുവരെ മാറിയിട്ടില്ല. മാത്രമല്ലാണ്ട് അധികം ആൾക്കാർ ഈ ഒരു വഴി ഇവിടുത്തെ ഗ്രാമസ്ഥരല്ലാണ്ട് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റോഡൊക്കെ വളരെ ചെറുതാണ്. ഒരുപാട് വീതികളൊന്നും ഇല്ലാത്ത കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പൊളഞ്ഞ വഴികളാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വളവും തിരിവുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പതിയെ മാത്രമാണ് ഈ ഒരു വഴിയിലൂടെ റൈഡ് ചെയ്യാൻ പറ്റുന്നത്. ആ മലമുകളിൽ കോടമഞ്ഞും മഴയൊക്കെയാണ്. ഇങ്ങോട്ടോ വെയിലും. മഴയെ പെയ്തിട്ടില്ല, കണ്ടില്ലേ? മണ്ണ് കണ്ടില്ലേ? ഇലക്ട്രിക് ഫെൻസിങ് സൈഡ് മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റോഡാണ്. ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലേ? ഇതേ നമ്മുടെ നിഴൽ നീയല്ലേ? ഇത് ഞാനാ, ഇത് നമ്മുടെ വണ്ടി പോലെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ യാത്ര നടക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അതുപോലെ തന്നെ ഇങ്ങോട്ടുള്ള യാത്ര ഇനി അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു.